കണ്ണുനീരിന്റെ വിലയറിയണോ? കണ്ണുനീരിന്റെ വിലയറിയണോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയോ? ഖത്രത്താനി ദുമൂഇ മിൻ ഖസിയത്തില്ലാ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. അള്ളാഹിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ, ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാൽ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ പടച്ച റബ്ബേ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാടാ. അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. നബി ഉപമിച്ചത് എന്തിനോടെന്നറിയുമോ? ഖത്രത്ത് ദുമൂഇ തുഹ്റാഖു ഫീ സബീലില്ലാഹ്. ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ കരളും തന്റെ കൂമ്പും തന്റെ കൈയും തന്റെ കാലും ശരീരം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ കഴിയുമോ? എടാ ചെറുപ്പക്കാരാ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ കഴിയുമോ? മിസ്അബിൻ ഉമൈറിനെ മറക്കാൻ കഴിയുമോ? എത്രയോ സഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രിയുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പാതിരാത്രി തന്റെ വീടിനകത്ത് കടന്നുറങ്ങുന്ന കൂട്ടുകാരനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാ. ഗാനമേള കേൾക്കാൻ പോല്ല, പെണ്ണ് പിടിക്കാൻ പോകാനല്ല, കള്ള് കുടിക്കാൻ പോകാനല്ല, രാത്രി വീടിനകത്ത് കടന്നുറങ്ങുന്ന കൂട്ടുകാരനെ വിളിച്ചുണർത്തുകയാണ്. ഒളുവെടുക്കാൻ പറഞ്ഞു, ഒളുവെടുക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഒളുവെടുത്തു. 2 പേരും കൂടെ ഒഴിവിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നാളെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാ. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നാളെ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. നിന്റെ ആഗ്രഹം എന്താ? നീ ദുആ ചെയ്യ്. എന്റെ ആഗ്രഹം ഞാൻ ദുആ ചെയ്യാ. നീ ദുആ ചെയ്യുമ്പോ ഞാൻ ആമീൻ പറയാ. ഞാൻ ദുആ ചെയ്യുമ്പോ നീ ആമീൻ പറയണേ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ദുആ ചെയ്യാ. അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. എനിക്ക് നല്ല ഒരു ശത്രുവിനെ തരണേ അല്ലാ. യോദ്ധാവായ ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. എനിക്കവനെ വധിക്കണം തമ്പുരാന്, എനിക്കവനെ വധിക്കണം തമ്പുരാന്. ആ മനുഷ്യനെ കീഴ്പ്പെടുത്തിയിട്ട് എനിക്ക് ആ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരണം തമ്പുരാന്. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. കൂട്ടുകാരൻ ദുആ ചെയ്യുന്ന, പടച്ചവനെ എനിക്ക് നല്ല ഒരു യോദ്ധാവിനെ തരണേ അല്ലാ. എനിക്കവനെ പരാജയപ്പെടുത്തണം. ആ യുദ്ധക്കളത്തിൽ എനിക്കവനെ വധിക്കണം തമ്പുരാനെ. എന്നിട്ട് ജീവനോടെ എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറയുകയാ. എടാ ചെറുപ്പക്കാരാ, അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്തതെന്നറിയോ? നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ ഒരു ക്രൂരനായ, എന്നെക്കാളും ആരോഗ്യമുള്ള യോദ്ധാവായ ഒരു മനുഷ്യനെ എനിക്ക് നീ എതിരാളിയായി തരണം തമ്പുരാന്. എന്നെക്കാളും ആരോഗ്യമുള്ളവനായിരിക്കണം, അവന് കരുണയില്ലാത്തവനായിരിക്കണം. അവനെന്റെ കൈമുറിക്കണം തമ്പുരാന്, അവനെന്റെ കാല് മുറിക്കണം തമ്പുരാന്. എന്റെ ശരീരം മുഴുവനും അവൻ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണം പടച്ചവനെ. അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണം അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. കൂട്ടുകാരൻ ആമീൻ പറയാ മടി തുടങ്ങുകയാണ്. എങ്ങനെയാണ് ആമീൻ പറയുക? അവിടുന്ന് പറഞ്ഞു നീ ആമീൻ പറയണം. അങ്ങനെ ദുആ ചെയ്തു. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, യുദ്ധം അവസാനിക്കാറായപ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോ സഹാബി ഓടുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞു ഓടുകയാണ്. എന്തിനെന്നറിയോ? കൂട്ടുകാരന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ അതാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാല് മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ചെവി ഇങ്ങനെ മുറിച്ച് തൂക്കിയിട്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശരീരത്തിൽ നിന്ന് താഴെ കൊലിക്കുന്ന രക്തമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ കിടന്ന് ശത്രുവിന്റെ വെട്ടുകൊണ്ടിട്ട് ആ ഷഹീദാകുന്ന സഹാബത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ കൊലിച്ചിറങ്ങുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അതല്ലാതെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാ സഹാബ. അല്ലാഹുവേ പറയുമല്ലോ, ഉസ്താദേ, സഹാബത്തിന്റെ ചരിത്രം കേൾക്കുമ്പോ, ബദരീങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ, ശുഹദാക്കളുടെ ചരിത്രം കേൾക്കുമ്പോ ഞങ്ങൾക്കൊന്നും രണാങ്കണത്തിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന മുസ്ലിമേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളിയതെന്നറിയോ? അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളിയതാ വഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് ദുആ ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണ ആ കണ്ണുനീർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്നാമത്തെ പ്രതിഫലമെന്ത്? റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഒന്നാമത്തെ പ്രതിഫലം നരകമോചനമാ. രണ്ട്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാളത് ഐനാ. അർശിന്റെ താഴെ നിനക്ക് സ്ഥാനമുണ്ട്. എന്നിട്ട് പ്രവാചകം പറയുകയാണ്, വഖതാന്റെ റസൂൽ പറയുകയാ, ഖത്രതാനി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികള് ഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കരയാ നമുക്ക് വല്ലാത്ത മടിയാണല്ലോ, കരയാമല്ലാത്ത മടിയാണല്ലോ, കടമുണ്ടാകുമ്പോ കരയുമല്ലോ, രോഗം വരുമ്പോ കരയുമല്ലോ, പ്രയാസം വരുമ്പോ കരയുമല്ലോ. എടോ, അപ്പോൾ കരയുന്നതിൽ കാര്യമില്ല, അപ്പോഴല്ല കരയേണ്ടത്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാവങ്ങൾ ഓർത്തിട്ട് നീ കരയണേ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഓർത്തിട്ട് നീ കരയണേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുആ ചെയ്യുമ്പോ കരയണേ. റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ
നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ സഹാബ. റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണേ, ദുആ ചെയ്യുമ്പോ കരയണേ. കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. ദുആ ചെയ്യുന്ന സമയത്ത് നീ കരയണം. നമ്മളെ കൊണ്ട് പലർക്കും കരയാൻ പറ്റൂല. കാരണം എന്തേ? ജീവിതത്തിന്റെ പ്രവാചകൻ പറയുകയാ, കരയാൻ പറഞ്ഞാൽ കരയണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബാ നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ, നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്താ? കരഞ്ഞാ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഇന്നി റഅയ്തുൽ ബാരിഹ തഅജ്ജുബൻ റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ ഉൽഖിയ ഫിന്നാർ فجاءت دمعة وأحد بيده أهل الجنة. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, മുത്തുനബി എവിടെന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സബാനിയത്തിന്റെ മലക്കുകള്. അല്ലാഹുവേ, ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റഅയ്തു റജുലൻ മിൻ ഉമ്മതി ഖദ ഉൽഖിയ ഫിന്നാർ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോ ഫജാഅത് ദമഅത്തുൻ, കണ്ണുനീര് വരികയാണ്, കണ്ണുനീര് വരികയാണ്. ആ കണ്ണുനീര് വന്നിട്ട് വഅഹദ ബിയദിഹി, ഈ നരകത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ. ഏത് കണ്ണുനീരെന്നറിയോ? ഏത് കണ്ണുനീരെന്നറിയോ? സഹോദരാ, നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ദുആ ചെയ്തപ്പോ നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരുണ്ടല്ലോ, ദുആ ചെയ്ത സമയത്ത് കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് വന്നിട്ട് നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് അഖിലൽ ജന്ന, ആ കണ്ണുനീര് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ കണ്ണുനീര് നിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് വീണ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് നാളെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ പടച്ചവനെ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മക്കള് നിന്നെ മറന്നു പോകുന്ന ദിവസമാ. ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച് നീ പട്ടിണി കിടന്നിട്ട് പോലും പാല് കൊടുത്ത് വളർത്തിയ നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ നിനക്കെതിരാവുകയാണ്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അള്ളാനോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനമൊന്നും മലത്തിക്കടത്തി താ അല്ലോ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറിയെന്ന് നിൽക്കട്ടെ റബ്ബേ
എന്ന് മക്കൾ പറയുന്ന ദിവസം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. ഉപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യ മക്കൾക്ക് വേണ്ട, കൂടപ്പിറപ്പുകൾക്ക് വേണ്ട, എന്തിനാ സ്വന്തം ശരീരം പോലും നമുക്കെതിരാകുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വാപ്പ മറന്നാലും ഉമ്മ മറന്നാലും കൂടപ്പിറപ്പ് മറന്നാലും ഭാര്യ സന്താനങ്ങൾ മറന്നാല് നിന്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിന് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു നാളെ അവസരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, കരയാൻ പറ്റുന്നവര് കരയണേ. അല്ലാഹുവേ, കരയേണ്ടത് സിനിമയും സീരിയലും കണ്ടിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ കരയണം. ദുആ ചെയ്യുമ്പോ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണേ. കരയാൻ പറ്റാത്തവർ അഭിനയിക്കാനാ നബി തങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അഭിനയിക്കാൻ പറഞ്ഞ സമയമുണ്ട്, അഭിനയിക്കാൻ പറഞ്ഞ സമയമുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ പറ്റുന്നവർ കരയണേ. ചെയ്തു കൂട്ടിയ പാപങ്ങളും അപരാധങ്ങളും നിനക്കോർമ്മയില്ലേ? പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. കുല്ലു ബനി ആദമ ഖത്താബുൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എടോ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? റബ്ബിന്റെ മുന്നിൽ പറയുന്നവനാ, റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവനാ. നീ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമല്ലോ. അല്ലാഹു കാരുണ്യമാനാണല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തല്ലോ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തല്ലോ. എത്രയോ കൊടും പാപികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. മയ്യത്തിനെ പോലും വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. പിന്നെ എന്തേ നിനക്ക് ഇത്ര മടിയെന്ത്? അല്ലാഹുവോട് പറയാൻ ഇത്ര മടിയെന്ത്? ചെറുപ്പക്കാരാ, മോനെ കരയടാ. അല്ലാഹു കാരുണ്യമാനാടാ, അല്ലാഹു ഗഫൂറാടാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് ആരാണെന്ന് പഠിക്ക്, അല്ലാഹ് ആരാണെന്ന് പഠിക്ക്. എത്ര വലിയ പാപം ചെയ്താലും പൊറുക്കുന്നവനാണല്ലോ. അല്ലാഹുവല്ലേ പറഞ്ഞത്? പറ നബിയേ, പറ നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറ നബിയേ, എന്നോട് ചോദിക്കാൻ പറ, എന്നോട് പറയാൻ പറ. ഞാൻ പുറത്തു കൊടുക്കുന്നവനാ. അവരൊരിക്കലും ബേജാറാകണ്ട, അവരൊരിക്കലും നിരാശരാകണ്ട. കള്ളു കുടിച്ചോ ചെറുപ്പക്കാരാ, വ്യഭിചരിച്ചോ ചെറുപ്പക്കാരാ, മയക്കുമരുന്ന് ഉപയോഗിച്ചോ ചെറുപ്പക്കാരാ, വൃത്തികേടുകൾ ചെയ്തോ പെങ്ങള്, ഭർത്താവിനെ വഞ്ചിച്ചോ മോള്, സിനിമയും സീരിയലും കണ്ടോ മോള്, അല്ലാഹനെ മറന്ന് നടന്നവളാണോ? വാപ്പാ പ്രായം ചെന്നിട്ട് പോലും നിസ്കരിക്കാത്തവനാണോ? കഴിഞ്ഞതൊക്കെ പോകട്ടെ, കഴിഞ്ഞതൊക്കെ പോകട്ടെ. ഈ നിമിഷം വരെയുള്ളത് സർവ്വതും പോകട്ടെ. നിനക്ക് അല്ലാഹന്റെ മുന്നിലൊന്ന് പറഞ്ഞ് കഴുകാൻ പറ്റുമോ? കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ അല്ലാഹു പുറത്തു തരുമല്ലോ. പറയേണ്ടതുപോലെ പറയണം. വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞാ പോരാ. പറയുന്നതൊരു വാക്കാണെങ്കിലും ഒരസ്തഗ്ഫിറുല്ലാഹ് മതി വാപ്പാ പാപം പൊറുക്കാൻ. മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല, നിലവിളിക്കണമെന്നില്ല, ജനങ്ങളെ കൂട്ടണമെന്നില്ല, ഒരാളും കേൾക്കണമെന്നില്ല. പറയുന്ന വാക്കിൽ ഇഖ്ലാസ് ഉണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് എത്രയോ ചരിത്രമുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലഘട്ടത്തില് ജനങ്ങൾ വന്നിട്ട് പറയുന്ന, മൂസ നബിയേ, വെള്ളത്തിന് ക്ഷാമമാ, മഴയില്ല
ഇല്ല നബിയേ. അതാ മൃഗങ്ങൾക്ക് പോലും മനുഷ്യനും കുട്ടികൾക്കും ഒരാൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് മഴ കിട്ടാ ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവ് അറിയാതെ മാതാപിതാക്കൾ അറിയാതെ പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന പെങ്ങള്, ഒരവസരം തരാ, ഒരവസരം തരാ. നന്നാകണമെങ്കിൽ നന്നായിക്കോ, നന്നാകണമെങ്കിൽ നന്നായിക്കോ. പല നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും പെണ്ണേ. ചെറുപ്പക്കാരാ, പാപങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പോ നിനക്ക് വല്ലാത്ത ഉത്സാഹമാ. ഓരോ പ്രാവശ്യം രക്ഷപ്പെടുമ്പോഴും നിനക്ക് ധൈര്യം കൂടുകയാ. ഇല്ലടാ ചെറുപ്പക്കാരാ, പേടിക്കണം ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തങ്ങൾ പറയുകയാ, ഓരോ പാപം ചെയ്യുമ്പോഴും ഒരിക്കൽ കള്ളു കുടിച്ചു, ഒരു പ്രാവശ്യം വ്യഭിചരിച്ചു, ആരും അറിഞ്ഞില്ല, ആരും പിടിച്ചില്ല. ഭർത്താവ് കാമുകന്റെ കൂടെ കറങ്ങാൻ പോയി, സിനിമയ്ക്ക് പോയി, ഒരാളും അറിഞ്ഞില്ല. പെണ്ണിന് ധൈര്യമായി, ചെറുപ്പക്കാരന് ധൈര്യമായി. വേണ്ടടാ മോനെ, ഓരോ പ്രാവശ്യം രക്ഷപ്പെടുമ്പോ നീ സൂക്ഷിക്കണമടാ എന്റെ പൊന്നുമോനെ. ഒന്നിൽ പിഴച്ചാ മൂന്നിലാ. ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല. നിന്റെ ഉമ്മാനെ നാണം കെടുത്തുന്ന എന്ന് കരുതിയട്ടാ, നിന്റെ ഉപ്പാനെ കുറിച്ചോർത്തട്ടാ, നിന്റെ ഭാര്യയെ കുറിച്ചോർത്തട്ടാ, നിന്റെ മക്കളെ കുറിച്ചോർത്തട്ടാ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. 3 കഴിഞ്ഞ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളാ പറഞ്ഞത്. സൂക്ഷിച്ചോ ചെറുപ്പക്കാരാ. സ്വന്തം നഫ്സിനോട് ഞാൻ പറയുന്നു, എന്നോടും നിങ്ങളോടും പറയുകയാ, സൂക്ഷിച്ചോ, പിടിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് ധൈര്യം വേണ്ട. ഒരൊറ്റ നിമിഷം മതി സർവ്വതം തകർന്ന് തരിപ്പണമാകാൻ. കരഞ്ഞാ കണ്ണുനീര് തുടയ്ക്കാൻ, കരഞ്ഞാ കണ്ണുനീര് തുടയ്ക്കാൻ ഒരാളും നിന്റെ കൂടെയില്ലാത്ത സമയം വരുമല്ലോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് മഴയില്ല ദുആ ചെയ്യാൻ പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് കൂടാൻ. അങ്ങനെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാ ജനങ്ങൾ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, വെള്ളമില്ല റബ്ബേ, വെള്ളത്തിന് ക്ഷാമമാ അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. മൂസാ നബി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് കഴിയുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ കിട്ടില്ല മൂസാ. കാരണം എന്തെന്നറിയോ? അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളിൽ 40 കൊല്ലമായിട്ട് പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങയുടെ മുന്നിലുണ്ട്. അവൻ എഴുന്നേറ്റു പോകാതെ മഴ പെയ്യില്ല മൂസാ. മൂസാ നബിക്ക് അത്ഭുതമാവുകയാ. പടച്ചവനെ, തന്റെ മുന്നിൽ 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്, 70,000-ഓളം വരുന്ന ജനമുണ്ട്. മൂസാ നബി ചിന്തിച്ചു, ആരാ അല്ലാഹ്? അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരാൾ ഈ മജ്‌ലിസിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. മൂസാ നബി പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്? പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്ന ആ വൃത്തികെട്ടവനാരാ? ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല, ഒരാൾ പോലും എഴുന്നേക്കുന്നില്ല. ആ സമയത്ത് ആ പാപിയായ മനുഷ്യൻ ചിന്തിച്ചു, റബ്ബേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റാൽ നാണം കെടുമല്ലോ അല്ലാഹ്, എല്ലാരും അറിയുമല്ലോ അല്ലാഹ്.
എഴുന്നേറ്റില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. ഞാൻ ഇത്രയും വലിയ മോശക്കാരനാണോ? ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ അല്ലാ? ആ മനുഷ്യനെ വിടുന്ന കുറ്റബോധം തോന്നുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ തല താഴ്ത്തി പിടിച്ചു, തന്റെ മുട്ടിന്റെ മുകളിലേക്ക് തല വെച്ചു, എന്നിട്ട് കരയുന്നു, റബ്ബേ തൗബ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പടച്ചവനെ, ഞാൻ ചെയ്തത് മുഴുവനും ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ, ചെയ്ത പാപങ്ങൾ മുഴുവനും ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. ഒരാള് പോലും കേൾക്കാതെ ആ മനുഷ്യൻ ഇങ്ങനെ റബ്ബിനോട് തൗബ ചെയ്യുകയാണ്. ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല തമ്പുരാനെ. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, റബ്ബേ എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ പാപം നീ പൊറുത്താൽ, അല്ലാഹുവേ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ തന്നെ റബ്ബിനോട് പറയുകയാണ്, എന്റെ പാപം നീ പൊറുത്താൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ തമ്പുരാനെ. ആ മനുഷ്യനെ വിടന്ന് ദുആ ചെയ്യുകയാണ്, ആ മനുഷ്യനെ വിടന്ന് തൗബ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം വരികയാണ്, മഴയുടെ അടയാളം കാണുകയാണ്. ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് പോടുകയാണ്. മഴ വന്നതിന്റെ സന്തോഷത്തിൽ എല്ലാവരും ഓടുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ ഒരാള് പോലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. പിന്നെങ്ങനാ മഴ പെയ്തത്? പിന്നെങ്ങനാ മഴ പെയ്തത്? മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിന്നില്ല, കേൾക്കാൻ ആളില്ലായിരുന്നു. ഒറ്റക്കിരുന്നാണ് പറഞ്ഞത്. പറഞ്ഞതിൽ ഇഖ്ലാസ് ഉണ്ട്, പറഞ്ഞതിൽ ഇഖ്ലാസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാ റബ്ബ് ദുആ സ്വീകരിക്കുന്നത്. എല്ലാരും പറയുന്നു, ഞാൻ ഒരുപാട് കരയുന്ന ഉസ്താദ്, ഒരുപാട് ദുആ ചെയ്യുന്ന ഉസ്താദ്. വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ ചെയ്താ പോരാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. പറയേണ്ടതുപോലെ പറയടാ, അല്ലാഹുവോട് പറയണമല്ലോ. നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല അല്ലാ. നിന്നെക്കാളും കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. റബ്ബിനോട് പറയണം, കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണം. പടിവാതിലൊഴിയാ ദെവിടെയും നീ കരയണേ. അല്ലാഹുവോട് പറവാപ്പാ, പറയടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവോട് പറയാനുള്ളത് എണ്ണി എണ്ണി പറ. എന്നിട്ട് തൗബ ചെയ്യ്. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ. നീ അല്ലാഹുവോട് പറയണം, ഞാൻ നിന്റെ അടിമയാ, നീ എന്റെ യജമാനനാ. അല്ലാഹ് നിന്നോടല്ലാതെ ആരോട് പറയാനാ? പടച്ചവനെ, എനിക്കറിയാൻ ചെയ്തത്
തെറ്റാണെന്ന്. പടച്ചവനെ ചെയ്തു പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, സാഹചര്യത്തിൽ പെട്ടുപോയി റബ്ബേ, ഇബ്ലീസ് ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. നീ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ലാ. ഓർക്കണം സഹോദരാ, റബ്ബ് കാണുന്നുണ്ടെന്ന് നിനക്കറിയാ, എന്നിട്ടല്ലേ നീ കള്ളു കുടിക്കുന്നത്. അതിന്റെ അർത്ഥം അല്ല കണ്ടാൽ എനിക്കൊന്നുമില്ല. എടീ പെങ്ങള്, പൊന്നുമോള്, നഗ്നചിത്രം അയച്ചു കൊടുക്കുന്നത് തെറ്റാണ്, റബ്ബ് കാണുന്നെന്ന് നിനക്കറിയാ, എന്നിട്ടും ചെയ്യുന്നത് ധിക്കാരമല്ലേ. അതുകൊണ്ടാ പറഞ്ഞത് പറയണം, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറഞ്ഞു കരഞ്ഞോ, കരഞ്ഞു ദുആ ചെയ്തോ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. വാഹിദ് ഉസ്താദ് വന്നു, തങ്ങന്മാരുണ്ട്, അല്ലാഹുവേ ഉമറാക്കളും ഉലമാക്കളുമുണ്ട്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കരയാ മനസ്സുണ്ടോ? അഭിനയിക്കാൻ മനസ്സുണ്ടോ? കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിച്ചോ. മുത്തുനബിയല്ലേ പറഞ്ഞത്, അതിനും പറ്റുന്നില്ലെങ്കിൽ, അഭിനയിക്കാൻ പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ, ഫഇന്ന അഹ്ലന്നാരി യബ്കൂ, നരകവാസി കരയുകയാ, നരകവാസി കരയുകയാ. കരഞ്ഞ് 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 കണ്ണീര് തീർന്നോ. കരഞ്ഞ് കരഞ്ഞ് തോട്ടിലൂടെ റോഡിലൂടെ വെള്ളമൊഴുകുന്ന ചാല് കണ്ടിട്ടില്ലേ? ഇതുപോലെ നരകവാസിയുടെ മുഖത്ത് ചാല് കാണാം പെങ്ങളെ. കണ്ണുനീരൊഴുകി ഒഴുകി അടയാളം കാണാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്നാൽ സുമ്മയസീലുധിമാ, പിന്നെ രക്തമൊഴുകുകയാ, പിന്നെ രക്തമാണ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കടലിലൂടെ കപ്പല് പോകുന്നത് കണ്ടിട്ടില്ലേ? കടലിലൂടെ കപ്പല് പോകുന്നത് കണ്ടിട്ടില്ലേ? നരകവാസിയുടെ കണ്ണീരിന്റെ മുകളിൽ കപ്പലോടിക്കാൻ ചെറുപ്പക്കാരാ. അതുകൊണ്ട് നീ തീരുമാനിക്ക്, കരയണോ ചിരിക്കണോ, കരയണോ അഭിനയിക്കണോ, അതോ കളിയാക്കി പിരിയണോ? ഒരൊറ്റ പ്രതിഫലം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ, നരകത്തിലേക്ക് വലിച്ചെറിയാ പോകുമ്പോ ഒരാള് സംസാരിക്കുകയാ. അല്ലാഹുവോട് ചോദിക്കുന്ന പടച്ചവന്, എനിക്കൊന്ന് സംസാരിക്കണം തമ്പുരാന്, എനിക്ക് സംസാരിക്കാനുള്ള അവകാശം തരണം തമ്പുരാന്. ആരാണ് സംസാരിക്കുന്നതെന്നറിയോ? ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, അയൽവാസിയല്ല. പിന്നെ ആരാ സംസാരിക്കാനുള്ള അനുവാദം ചോദിക്കുന്നത്? ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന കൺപീലിയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, കൺപീലിയിലെ ഒരു രോമമുണ്ടല്ലോ. അല്ലാഹുവോട് ചോദിക്കുന്നു, റബ്ബേ എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണമല്ലോ. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചിടച്ചുകൊണ്ട് പോകുന്ന മനുഷ്യന്റെ കണ്ണിന്റെ പീലിയുണ്ടല്ലോ, അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാ. പടച്ച റബ്ബ് സമ്മതം കൊടുത്തു, അല്ലാഹു സംസാരിക്കാൻ അനുവാദം കൊടുത്തു. ആ സമയത്ത് നരകവാസിയായ മനുഷ്യന്റെ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമമുണ്ടല്ലോ, ആ കൺപീലിയുണ്ടല്ലോ, ആ കൺപീലിയിലെ ഒരു രോമം അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഈ മനുഷ്യനെ നരകത്തിലിടല്ലേ അല്ലാ.